പ്രശാന്ത് IAS-നെതിരെ സർക്കാരിന് അന്വേഷണം വരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൊബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കുറ്റപത്രം മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായും അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്താണ് യഥാർത്ഥ കാരണം? സാധാരണഗതിയിൽ ഇത്തരത്തിൽ സസ്പെൻഷൻ ആയി കഴിഞ്ഞാൽ 6 മാസത്തിനകം അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ അത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോൾ 9 മാസം, അതായത് പ്രശാന്ത് സസ്പെൻഷനിലായിട്ട് ഇപ്പോൾ 9 മാസം പൂർത്തിയാകുന്നു. 9 മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ രാജൻ ഗോബ്രഗഡെയാണ്. പ്രസന്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ടിങ്കു ബിസ്വാളാണ്. ഈ 2 ഉദ്യോഗസ്ഥരും പ്രശാന്ത് ആരോപണം ഉന്നയിച്ച ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലകിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിൽ ജയതിലകിന്, അതായത് ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥന് തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ഒരു അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ ചില ചട്ടവിരുദ്ധങ്ങളുണ്ട്. അതുകൂടാതെ പ്രശാന്ത് സർക്കാർ ഈ സസ്പെൻഷൻ നടപടി നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഈ 9-ാം മാസം ഇത്തരം ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 3 മാസത്തിനകം ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ കുറ്റപത്ര മെമ്മോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രശാന്ത് നിഷേധിച്ചിരുന്നു. എന്നാൽ ആ നിഷേധിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നില്ല എന്നും ഈ അന്വേഷണ ഉത്തരവിൽ പറയുന്നു. അതായത് ഈ കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടിയിൽ താൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആ പറഞ്ഞതിന് കൃത്യമായ കാരണം കാണിക്കലോ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ കാണിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചു. ഇത് IAS തലപ്പത്ത് തന്നെയുള്ള 2 ഉദ്യോഗസ്ഥർ, അതും ചീഫ് സെക്രട്ടറി ജയതിലകിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും പ്രസന്റിംഗ് ഓഫീസറുമായി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രശാന്ത് ഇതിനോട് എങ്ങനെ സഹകരിക്കും എന്നീ കാര്യങ്ങളെല്ലാം ഇനി വരും ദിവസങ്ങളിൽ അറിയണം. കോടതിയിൽ പോയ സാഹചര്യത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കലിനോ മറ്റോ സഹകരിക്കാതിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.